അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ. അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹക്കൂട് വീണ്ടും നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂട്ടിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ KP സയ്യിദ് സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, നമുക്കറിയാം. അഥവാ കൗൺസിലിംഗ് രംഗത്ത് നല്ല അനുഭവ പരിജ്ഞാനമുള്ള, അനുഭവ സമ്പത്തുള്ള നല്ലൊരു അധ്യാപകനായ മാന്യ വ്യക്തി കൂടിയായ അദ്ദേഹത്തിനെയാണ് നമുക്ക് ഇന്നും ഈ ഒരു സ്നേഹക്കൂട്ടിലേക്ക് ലഭിച്ചിട്ടുള്ളത്. ചോദ്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് അതുപോലെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെയൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ ചോദ്യങ്ങളൊക്കെ പരിഗണിക്കുന്നില്ല എന്ന പരാതികളാണ് പലപ്പോഴും. ഇൻഷാ അല്ലാഹ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിഗണിക്കും. ഓരോന്നും ഓരോ വിഷയങ്ങൾ, ചിലപ്പോൾ നമ്മൾ എഴുതിയ ചോദ്യം അതേപോലെ ആവണമെന്നില്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും. പലപ്പോഴും അങ്ങനെയൊക്കെ ഫീഡ്ബാക്കുകൾ വരുന്നതിൽ നമുക്ക് ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഒരു കോമൺ ആയിട്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഒരു വിഷയം മനസ്സിലാക്കുക. നമ്മൾ വ്യക്തികളുടെ പേര് നമ്മൾ പരാമർശിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പീസ് റേഡിയോ പ്രേക്ഷകരോടും, പ്രത്യേകിച്ച് സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ അയക്കണം. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പരിഹാരങ്ങൾ വരും. ഏതായിരുന്നാലും കഴിഞ്ഞൊരു എപ്പിസോഡിൽ ധാർമ്മിക മൂല്യങ്ങൾ വീടുകളിൽ ഉണ്ടാവാൻ, കുടുംബത്തിൽ ഉണ്ടാവാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ മക്കളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന, പരാതിപ്പെടുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്ന് അറിയാതിരിക്കുന്നു, ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയുന്നില്ല, വീട്ടിലെ പെരുമാറ്റ രീതികൾ എന്ന് പറഞ്ഞാൽ മക്കളെക്കുറിച്ച് ഒരുപാട് ആകുലതകളാണ്. അപ്പോൾ നിർബന്ധമായും ഒരു കുട്ടിക്ക് കിട്ടേണ്ട റിയൽ വാല്യൂസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാവാമെന്നുള്ളതാണ്. എന്തായിരുന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബഹുമാനനായ പ്രൊഫസറിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകണം. ധാർമ്മിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ ഒരു മക്കൾക്ക് കിട്ടേണ്ട കുറേ, ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഗുഡ് ക്വാളിറ്റീസ്, അത് ഈ ഒരു വിശുദ്ധ റമദാനിൽ ആണ് നൽകിയാൽ, അഥവാ കുടുംബത്തിലേക്ക് ആ രൂപത്തിലേക്ക് നമുക്ക് നൽകാൻ സാധിച്ചാൽ അതൊരു വലിയ ഗുണമായിരിക്കുമെന്നാണ് ചില അഭിപ്രായങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്? നമുക്കതിൽ നിർദ്ദേശിക്കാനുള്ളത് സ്വന്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഏറ്റവും വലിയ മാതൃകയും ഏറ്റവും വലിയ അധ്യാപകനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലേ? ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടില്ല, അല്ലേ? ഈ ഒരു ആശയം, അതായത് ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥം ദി 100, അതിൽ ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വന്നത് എന്ത് എന്ന് അന്വേഷിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹ്യൂമൻ വാല്യൂസ് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം പൂർത്തീകരിക്കപ്പെട്ട, എല്ലാ ഗുണങ്ങളുടെയും നന്മയുടെയും ഉത്തമ മാതൃകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെയാണ് തൻ്റെ അനുചരന്മാർക്ക് കൈമാറിയത്? ചിലത് ഉദാഹരണങ്ങളിൽ കൂടിയാണ്, ചിലത് പിന്നെ സംഭാഷണ മധ്യേയാണ്, ചിലത് അനുഭവ പാഠങ്ങളിൽ കൂടിയാണ്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ശൈലികളിൽ കൂടി, ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു സംഭവം, ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആവർത്തി ഒക്കെ ഒരു കാര്യം തന്നെ ചോദിച്ചു, പിന്നീട് അതിൻ്റെ ഉത്തരം ചോദിച്ചു. അപ്പോൾ അനുചരന്മാർക്ക് അത് അറിയില്ല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അനുകരണീയമായിട്ടുള്ള മാർഗമാണ്. അപ്പോൾ ഉത്തരവാദിത്ത ബോധം, അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു ക്വാളിറ്റിയാണ്, അല്ലേ? ഏത് ജോലിയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ എക്സൽ ചെയ്യണമെങ്കിൽ, നമ്മൾ ടോപ്പ് ലെവലിൽ എത്തണമെങ്കിൽ, നമുക്കൊരു ഉന്നത വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ ഉത്തരവാദിത്ത ബോധം നിർബന്ധമാണ്. ഇന്ന് നമ്മുടെ ആളുകളിൽ മിസ്സാവുന്ന ഒരു ക്വാളിറ്റി അതാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തം ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പൂർത്തീകരിക്കുക എന്നുള്ളത്
പാരൻസിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അതെ. അപ്പോൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി ഉമ്മ നിർവഹിക്കുന്നു എന്ന് ഉമ്മയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം. അപ്പോൾ ഉപ്പയുമായിട്ടുള്ള ആ ഒരു റാപ്പോ, ഏറ്റവും നല്ല സുദൃഢമായ ബന്ധം ഉമ്മ സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം ഉമ്മ മാതൃകാ വ്യക്തിയാവുമ്പോഴേ ആ ഉമ്മയെ അനുകരിക്കാൻ കുട്ടി തയ്യാറാവുള്ളൂ. അല്ലേ? ഒരു ഉമ്മ റിലേഷൻഷിപ്പിൽ അസ്വാരസ്യങ്ങൾ പുകഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മക്കള് ഡീറെയിൽ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അവര് പാളം തെറ്റാൻ പ്രധാനപ്പെട്ട റീസൺ എന്താന്ന് വെച്ചാൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാണ്, ചെറിയ കലഹങ്ങളാണ്. അപ്പൊ അവിടെ അഡ്ജസ്റ്റ് ചെയ്യല്ല, അത് എൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ഭർത്താവാണിത്. ഈ ഭർത്താവിനെ ഇനി എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഈ ഭർത്താവില് ഒരുപാട് നന്മകളുണ്ട്, കുറച്ച് ന്യൂനതകളുണ്ട്. അപ്പൊ ഈ ഭർത്താവിനെ ഞാൻ അനുസരിക്കുന്നത്, ഈ കുടുംബത്തിന്റെ നായകനായി അദ്ദേഹത്തെ ഞാൻ കാണുന്നത്, അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നത് അതെന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മക്കളെ ഞാൻ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ ഉപ്പക്ക് ഒരുപാട് നന്മകളുണ്ട്, എന്നാൽ കുറച്ച് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളൊക്കെ ഞാൻ സഹിക്കുകയല്ല, അത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുമ്പോൾ എത്തിപ്പെട്ട സ്ഥലം മനോഹരമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അതിൻ്റെ ബാലപാഠങ്ങൾ ഉപ്പ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ക്വാളിറ്റി, അതുപോലെ ഒരു ലീഡർഷിപ്പ് അല്ലേ, നമ്മുടെ ഏത് കാര്യത്തിലും ഇപ്പോൾ സംഘടനാ തലത്തിലൊക്കെ നമുക്കറിയാം, നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിനെ അനുസരിക്കുക എന്നുള്ളതും മുഷാവറ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതും, ബർക്കത്ത് എപ്പോഴും മുഷാവറയിലാണല്ലോ. ഒറ്റക്കൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ കൂടിയാലോചനയിൽ കൂടി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് ഒരുപാട് ഹൈറുണ്ട്. അത് ഉപ്പ ഉമ്മ മക്കൾ, ആ ഒരു 3 ടയേർഡ് സംവിധാനത്തിൽ കൂടി കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അത് മാതൃക കാണിക്കേണ്ടത് ഉപ്പയും ഉമ്മയുമാണ്. മക്കളെ ആ കൂടിയാലോചനയിൽ പങ്കെടുപ്പിക്കണം. അപ്പോഴാണ് ധാർമ്മിക മൂല്യങ്ങൾ, ഡിസ്കഷൻസ് അവിടെ വേണം. അപ്പം അതിന് കുട്ടികൾക്ക് അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. കാരണം നല്ല ബുദ്ധിശക്തിയും നല്ല വിവേകവും നല്ല ചിന്താശക്തിയൊക്കെ ഉള്ള മക്കളാവുമ്പോൾ തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും, വ്യതിരിക്തമായ ഒരു അഭിപ്രായം പെടും. അപ്പോൾ ഇനി മിണ്ടാതിരിക്കവിടെ എന്ന് പറഞ്ഞ് അടിച്ചിരുത്തുന്നതിന് ബദൽ അവർ സംസാരിക്കട്ടെ, അവർ പറയട്ടെ, അവർക്ക് പറയാൻ നമ്മുടെ മുമ്പിലേ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ആദ്യ രക്ഷിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് എന്താ പറയാ, എനിക്ക് കുറച്ച് അധികമുണ്ട്, വാപ്പന്റെ തലേ കയറുണ്ട്, ജുമ്മന്റെ തലേ കയറുണ്ട്, എന്നാൽ അവർ പറയുന്ന ശൈലിയിൽ അപാകതകൾ ഉണ്ടാവും, ന്യൂനതകൾ ഉണ്ടാവും, അത് തിരുത്തണം. ഇപ്പോൾ ഒരു അധ്യാപകനെ കുറിച്ച് മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുമ്പോൾ കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. സന്ദർഭോചിതമായി തിരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ധാർമ്മിക പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആ കേൾക്കാനുള്ള ഒരവസരം, ഇപ്പൊ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങള് വള്ളി പുള്ളി തെറ്റാതെ ഉമ്മയുടെ മുമ്പിൽ കുട്ടി മുഴുവൻ അവതരിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉമ്മക്ക് തന്നെയാണ്. കാരണം ഇനിയിപ്പോ നമ്മള് വീട്ടിലെപ്പോഴെത്തുക, നമ്മള് പലപ്പോഴും വീട്ടിൽ ലേറ്റ് ആയിട്ടാണ് എത്തുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെക്കാൾ വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം ആ കുടുംബത്തെ പോറ്റുക എന്നുള്ളതും സാമൂഹ്യമായിട്ടുള്ള സംരംഭങ്ങളിൽ പങ്കാളിയാവുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകളെക്കാൾ സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കുടുംബം തന്നെയാണ്. അതിനർത്ഥം പുറത്തേക്ക് പോകണ്ടെന്നോ പുറത്തേക്ക് ഇടപെടണ്ട എന്നൊന്നുമല്ല. അവൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഗൃഹനായിക എന്നുള്ള അർത്ഥത്തിൽ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു മാഹൗൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിന് എത്ര സംഖ്യ വേണമെങ്കിലും ആ ഒരു പ്രോഗ്രാമിന് നൽകാൻ പലപ്പോഴും നമ്മൾ തയ്യാറാവാറുണ്ട് എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികാസം എന്നത് ഓരോ മനുഷ്യർക്കും ഓരോ സമയത്ത് കിട്ടേണ്ട ക്വാളിറ്റികൾ കിട്ടി അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഈ ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യന് ആദ്യം വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്ത ബോധമാണ്. ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ്.
വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്നാണ്. അഥവാ നമ്മളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാളെ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഈ ഉത്തരവാദിത്ത ബോധം മക്കൾക്ക് കിട്ടണമെങ്കിൽ അത് രക്ഷിതാക്കളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. വാക്കുകളിലൂടെ അല്ല പലപ്പോഴും ഇതുപോലെയുള്ള ലൈഫ് സ്കില്ലുകൾ അഥവാ കുട്ടികൾ നേടേണ്ട ജീവിത നൈപുണ്യങ്ങൾ നേടുക എന്നുള്ള ക്വാളിറ്റീസ് നേടുക എന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വീട്ടിലെ ഉപ്പയുടെ ഉത്തരവാദിത്വം ഉപ്പ നിർവഹിക്കണം, ഉമ്മയുടെ ഉത്തരവാദിത്വം ഉമ്മ നിർവഹിക്കണം. മുതിർന്ന ഓരോ ആളുകളും ഓരോ അംഗവും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വാളിറ്റി. ഒന്നാമത് വേണ്ട ഒരു ക്വാളിറ്റി അതാണ്. രണ്ടാമത് പറഞ്ഞത് വളരെ വൈഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളത്. മക്കളെ കേൾക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. കുട്ടികൾ ഒരുപാട് അനുഭവങ്ങളുമായാണ് രാവിലെ നമ്മളെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് കലാലയങ്ങളിലേക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നതിനിടയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്താണോ പറയാനുള്ളത് അവരൊരു പക്ഷേ അവരുടെ ആ ദിനത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിസ്സാരമായ കാര്യമായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് വളരെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനും ഒരുപക്ഷെ നമ്മൾ ആ കേൾക്കുന്നതിലൂടെ ചില നന്മകൾക്ക് പ്രോത്സാഹനം നൽകാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു പാളിച്ച, എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും അവരുടെ ലൈഫിൽ അതുപോലുള്ള ഒരു അവസരം ഇല്ലാതിരിക്കാൻ ആ കേൾവിയിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഷെയറിങ് എന്നുള്ളതാണ്. കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും എല്ലാം തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ രണ്ട് ക്വാളിറ്റികളെ കുറിച്ചാണ് പ്രധാനമായിട്ട്. ഒന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഓരോ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. സംഘടനാ നേതൃത്വത്തിന് മാത്രമൊന്നുമല്ല, ഒരു കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് നേതൃത്വ ഗുണം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ക്വാളിറ്റികളില്ലേ അതിൽ പ്രധാനമായിട്ട് മുഷാവറ ചെയ്യാന്ന് പറഞ്ഞാല് ബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് തീരുമാനം എടുക്കല്ല. ബാപ്പ തീരുമാനം എടുക്കുമ്പോ ഉമ്മയുമായിട്ടുള്ള മുഷാവറ, ഉമ്മയെ പരിഗണിക്കുക എന്നുള്ളത്, അതുപോലെ മക്കളെ പരിഗണിക്കുക എന്നുള്ളത്. മക്കൾക്കും തീർത്തും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും, പക്ഷെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ വൈഡായ അനുഭവ സമ്പത്തിന്റെ ബേസിൽ അവളുടെ അല്ലെങ്കിൽ അവന്റെ അനുഭവ സമ്പത്തിന്റെ ബേസിൽ ആ കുട്ടി സംസാരിച്ചേക്കും. അത് ഉൾക്കൊള്ളുക എന്നുള്ളത് രക്ഷിതാവ് ചെയ്യേണ്ട വലിയ കാര്യം. അപ്പോൾ മാത്രമേ ഈ രക്ഷിതാവ് പറയുന്ന കാര്യം കുട്ടികൾ കേൾക്കുള്ളൂ. കുട്ടികൾക്കുള്ള വലിയ പരാതി വാപ്പ പറയുന്നൊക്കെ ഞങ്ങൾ കേൾക്കണം, ഞങ്ങൾ പറയുന്നത് വാപ്പക്ക് കേൾക്കാൻ ഉമ്മക്ക് കേൾക്കാൻ നേരെയല്ല. പലപ്പോഴും ഉമ്മമാർക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, അവർ ഒരുപാട് പിരിമുറുക്കത്തിന് നടുവിലാണ് ജീവിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമയം മക്കളുടെ കൂടെ ചെലവഴിക്കുന്നത് ഉമ്മയാണ് അല്ലേ? ഈ കുട്ടികളുടെ ഈ വഴക്ക് അല്ലെങ്കിൽ അടിപിടി, അവരുടെ അഭിപ്രായ പ്രകടനം, അവരുടെ പ്രഷറിങ്, ഇത് ഫുള്ള് സഹിക്കേണ്ട ഉമ്മയാണ്. അപ്പോൾ ആ ഒരു പിരിമുറുക്കത്തിന്റെ നടുവിൽ ഇനി ഭർത്താവ് ഗൾഫിൽ കൂടിയാണെങ്കിൽ പറയും വേണ്ട അല്ലേ? ഒരേ പ്രായത്തിലുള്ള മക്കൾ കൂടിയാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. ഇനി ഈ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ ഒരു രോഗിയാണെന്ന് വിചാരിക്കുക, ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു രോഗി കൂടിയാണെങ്കിൽ പ്രഷർ കൂടി. ഇതെല്ലാം സഹിച്ചാണ് ഈ പാരന്റിങ് എന്നുള്ള ഡ്യൂട്ടി അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉമ്മ ബാലൻസ്ഡ് ആയി പെരുമാറണം എന്നില്ല. അപ്പോൾ ഉപ്പയാണ് അത്തരം പോരായ്മകൾ അവിടെ പരിഹരിക്കേണ്ടത്. ഇത് പരിഹരിക്കണമെങ്കിൽ ഉപ്പ ഈ മക്കൾ പറയുന്നത് കേൾക്കണ്ടേ? ഇത് കേൾക്കാതെ വരുന്ന സന്ദർഭത്തിലാണ് കുട്ടികൾ വേലി ചാടി ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലും ഒക്കെ കയറി ഇത്തരം ബന്ധങ്ങളിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കിട്ടുന്നത് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. പക്ഷെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുക, ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക കുറെ കഴിഞ്ഞിട്ടാണ്. അതവർക്ക് പക്വത ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ രക്ഷിതാവിന് പക്വത ഉണ്ടല്ലോ. അപ്പൊ കൗമാരത്തിലെത്തുന്ന ഇത്തരം കുട്ടികൾക്ക് അറ്റൻഷൻ നൽകുക എന്നുള്ളത് രക്ഷിതാവിന്റെ ബാധ്യതയാണ്. അവിടെയാണ് ധാർമ്മികതയുടെ പാഠങ്ങൾ കൈമാറേണ്ടത്. മറ്റൊന്ന് മദ്രസ വിദ്യാഭ്യാസം. ഇന്ന് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ സബ്ജക്ട്സിനും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ എത്ര ജാഗ്രതയാണ് ഓരോ രക്ഷിതാവും.
എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷനാണ്. എന്നാൽ മതപരമായ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ട്യൂഷൻ നമ്മൾ കൊടുക്കാറുണ്ടോ? ഇത് കുട്ടിയൊക്കെ തന്നെ അറിയാം. പാപ്പക്കും ഉമ്മക്കും മതവിഷയങ്ങളോട് ഇത്ര താല്പര്യമേ അപ്പൊ കുട്ടികൾക്ക് പിന്നെ അത്ര തന്നെയല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ മതവിഷയങ്ങളോട് മാതാപിതാക്കൾക്ക്, ധാർമ്മിക വിഷയങ്ങൾക്ക് എത്ര പ്രാധാന്യമാണ് മാതാപിതാക്കൾ കൊടുക്കുന്നത്, അത്ര തന്നെയായിരിക്കും കുട്ടികളും കൊടുക്കുക. പിന്നെ നമ്മൾ നിരാശപ്പെടുന്ന ഒരു രംഗമുണ്ട്. അതായത് ഇങ്ങനൊക്കെ ഞാൻ സ്ട്രിക്റ്റായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ഒന്നും ആവുന്നില്ലല്ലോ, ആ പരാതി നമ്മൾ അവസാനിപ്പിക്കുക. എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ട് ഉടനടി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾക്കൊരു കൗമാരം ഉണ്ടായിരുന്നു. ആ കൗമാരഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പല കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എതിർത്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ മുതിർന്നപ്പോ, പക്വത എത്തിയപ്പോ അവരുടെ വലിയ പ്രാർത്ഥന കൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നമ്മുടെ മക്കളും പക്വത എത്തുന്ന പ്രായത്ത് തിരിച്ചു വരും ഇൻഷാ അല്ലാ. എന്നാൽ എല്ലാവർക്കും ഇന്ന് വിത്തിറക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഫലം കഴിക്കണം. ഇതാണ് രക്ഷിതാക്കളുടെ ധാരണ. പലപ്പോഴും സലഫി ആദർശ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനിയുടെ ഉപ്പ ഒരു കാലത്ത് എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിലും ഒന്നാമത്തെ സഫിൽ നിന്ന വ്യക്തിയായിരുന്നു. പെട്ടെന്നാണ് അയാള് ആ ജാഹിലിയത്തിൽ നിന്ന് ശരിയായ ആദർശത്തിലേക്ക് വന്നത്. പിന്നെ അദ്ദേഹം വീട്ടിലങ്ങ് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി. എന്നാൽ ഈ വ്യക്തിയുടെ ജാഹിലിയത്ത് പൂർണ്ണമായി മനസ്സിലാക്കിയവരാണ് മുതിർന്ന കുട്ടികള്, ഭാര്യ. എന്നാൽ ഭാര്യ മാറിയിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഒരു റിബല്ലിയസ് ഗ്രൂപ്പായിട്ടാണ് ഈ മക്കളും ഭാര്യയും കുടുംബത്തിൽ പെരുമാറാൻ തുടങ്ങിയത്. ഇത് വലിയ പ്രശ്നമായി. ഇവിടെ രക്ഷിതാക്കളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ചില ഘട്ടങ്ങളിൽ ക്ഷമിക്കുകയാണെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാറ്റം അനിവാര്യമായിട്ടുണ്ടാവും. അത് നമ്മൾ നിർവഹിക്കുക. പിന്നെ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നല്ലേ, നമ്മളൊരു കാര്യത്തിലും ബലാത്കാരം നടത്തേണ്ടതില്ല. കാര്യങ്ങൾ ശരിയാക്കി തരുന്നത് അള്ളാഹുവിന്റെ തൗഫീഖിൽ അള്ളയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുക. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ട അബൂ ത്വാലിബിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാറ്റാൻ പറ്റിയോ? അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക. അപ്പൊ അള്ളാഹു അതിൽ ഔദാര്യം പ്രകടിപ്പിക്കും ഇൻഷാ അല്ലാഹ്. കുടുംബത്തിൽ ഡിസ്കഷൻസ്, മുഷാവറ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, അവരുടേതായ നിർദ്ദേശങ്ങൾ പറയാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഒട്ടും എന്താ പറയുക, അല്ലെങ്കിൽ വളരെ ബാലിശമായ കാര്യങ്ങളായിരിക്കാം പറയുന്നത്. എന്നാൽ പോലും നമ്മുടെ ഓരോ അംഗങ്ങൾക്കും, കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളായിട്ട് പറയാൻ സാധിക്കുമ്പോൾ, അതിനുള്ളൊരു അവസരമൊരുക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. ഇനി അഥവാ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ആ കുട്ടിയോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് തിരുത്താം. അപ്പോൾ ഡിസ്കഷൻസ് ഉണ്ടായാൽ ഒരു പരിധി വരെ നല്ല കുടുംബമായി ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാല്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ, നമ്മുടെ കൗമാര കാലഘട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോയാൽ നമ്മൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഏത് രൂപത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നോക്കാം. പലപ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവിതത്തിലെ ആ സമയത്തിൽ അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുള്ളത്, നമ്മളിലും അപക്വമായ അഥവാ പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ഒരു മെച്യൂരിറ്റി എത്തിയതോടുകൂടി, ഒരു പക്വത എത്തിയതോടുകൂടി സത്യം ഏതാണ്, അസത്യം ഏതാണ്, അല്ലെങ്കിൽ നല്ലതേതാണ്, തിന്മ ഏതാണ് തിരിച്ചറിയുന്ന ഒരു പ്രായത്തിൽ നമ്മൾ എത്തിയതോടുകൂടി ആ തിന്മകളൊക്കെ പാടെ ഒഴിവാക്കാനും നന്മയുടെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വിത്തിറക്കുമ്പോൾ തന്നെ ഫലം കൊയ്തെടുക്കുക എന്നത് അസാധ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ആൻഡ് സീ അഥവാ കാത്തിരിക്കൂ, പ്രാർത്ഥിക്കൂ, എന്നിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു രംഗത്തേക്ക് എത്താനുള്ളൊരു ക്ഷമ, ഒരു സാവകാശം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ്. ഒറ്റയടിക്ക് എടുത്തു ചാടി എല്ലാം ശരിയാക്കുക എന്നത് സാധ്യമല്ല. അതിന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരാളെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായിരുന്ന അബൂ താലിബിൻ്റെ ചരിത്രം ഇവിടെ പരാമർശിച്ചു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും, അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം, അത് ഞാൻ നിർവഹിച്ചു, ബാക്കി അലല്ലാ പ്രാർത്ഥനയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക, ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ ശരിയാവും എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡിസ്കഷന് നമ്മളൊരു അവസരം നമ്മുടെ വീട്ടിൽ ഒരുക്കണമെന്ന് പറഞ്ഞു, ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, അടുത്തതുപോലെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണല്ലോ. അടുത്തൊരു ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു. ധാർമ്മിക വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി എന്നും ഉണ്ടാവേണ്ട ക്വാളിറ്റി ഏതാന്ന് ചോദിച്ചാൽ ടോളറൻസ് ആണ്. അതായത് ക്ഷമ അവലംബിക്കുക എന്നുള്ളത് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനില് വലിയ പ്രാധാന്യമാണ് ക്ഷമാലുക്കൾക്ക് നൽകിയിരിക്കുന്നത്. ക്ഷമ എന്നുള്ളതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അസ്വബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാന, ഒന്നാമത്തെ പ്രഹരം ഏൽക്കുന്ന ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കുക അല്ലേ. സ്ത്രീകളെ വിഷയത്തില് ഇന്നലെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, പിന്നെ ഏത് സ്ത്രീ ആണെങ്കിലും ഒരു വളവ്, ഈവൺ ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരു വളവ് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ വളവ് തപ്പാൻ നമ്മൾ പോണ്ട, ആ വളവ് അവരുടെ പ്രകൃതത്തിലുള്ളതാണ്. അപ്പൊ ആ വളവ് ഉണ്ടാവുമ്പോൾ മറ്റൊരുപാട് നന്മകൾ അള്ളാഹു അവരിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് പറ്റും അല്ലേ. ആ ക്ഷമ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു അപജയം. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് ക്ഷമയിൽ വലിയ പാഠം നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ സ്വയം പരിശീലിക്കുകയും ആ ക്ഷമയുടെ റൂട്ടിലേക്ക് മക്കളെ കൊണ്ടുവരാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കാരണം ജീവിതത്തിൽ പിന്നെ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്നുള്ള ഒരു ട്രെൻഡാണ് ഇന്ന് വളർന്നു വരുന്നത്. ഒന്നിനും ക്ഷമിക്കാൻ നേരമില്ല അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അപ്പം അതിനുള്ള ലോട്ടറി സംവിധാനങ്ങൾ പോലും, എഴുത്ത് ലോട്ടറികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ അടുത്തൊരു കേസ് എൻ്റെ അടുത്ത് വന്നത്, ഒരു കുടുംബം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് എഴുത്ത് ലോട്ടറിയിൽ മെമ്പർഷിപ്പ് എടുത്തുന്നു, എന്നിട്ട് ഇയാൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ മാർഗത്തിൽ പൈസ ചിലവഴിച്ചത്. സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ മുഴുവൻ വിറ്റു, സമ്പത്ത് വിറ്റു. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണം. അപ്പൊ ഇത് ശരിയല്ല, അത് ഹലാലല്ല, അനുവദനീയമല്ല. അപ്പം റൈറ്റും റോങ്ങും, ശരിയും തെറ്റും ഏത്, ഹലാലും ഹറാമും എന്ത്, അതെപ്പോഴേ നമ്മൾ പഠിപ്പിക്കേണ്ടത് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ പഠിപ്പിക്കണം. ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇത് പഠിപ്പിക്കുന്നില്ല. അപ്പൊ കുട്ടി നല്ല എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തും, സ്വാഭാവികമായി അവൻ പരാജയപ്പെടും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള അടിസ്ഥാന മൂല്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് അമുസ്ലിം സഹോദരങ്ങളെ നമ്മൾ പല വിഷയത്തിലും മാതൃകയാക്കേണ്ടതുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം അവര് മദ്രസയിൽ പോയിട്ടില്ല, ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് സംവിധാനം അവർക്കില്ല. പക്ഷേ സത്യസന്ധതയിൽ, വിശ്വസ്തതയിൽ, കൂറിന്റെ കാര്യത്തിൽ അല്ലെ, കമ്മിറ്റ്മെന്റ്, ഡിവോഷൻ അല്ലെ, അവര് എത്ര മാന്യമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് വിശ്വാസത്തിന്റെ വിഷയത്തിൽ വൈകല്യം സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ മറ്റ് പല മൂല്യങ്ങളും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഹദീസ് ക്ലാസ് കേൾക്കുന്നുണ്ട്, എന്നാൽ നമ്മളുടെ മക്കൾ അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നു. കാരണം നമ്മൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ആ നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റം ആദ്യം ഉണ്ടാവേണ്ടത് രക്ഷിതാക്കളായ നമുക്കാണ്. അങ്ങനെ മാറ്റം ഉണ്ടാവുമ്പോൾ ക്ഷമയുടെ കാര്യത്തിൽ കുട്ടികൾ മുന്നോട്ട് വരും. നമ്മളുടെ ലൈഫിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ടോളറൻസ്, പേഷ്യൻസി അഥവാ ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പല എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും പ്രാവർത്തിക പദത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മഹത്വം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് പറയുന്നതിനപ്പുറം നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കാനാണ് നമുക്ക് സാധ്യമാകേണ്ടതെന്നാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് അധ്യാപനങ്ങൾ ഈ വിഷയത്തിലും കുടുംബങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങൾ എത്ര എണ്ണമുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്.
പക്ഷേ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒരു അല്പം പിണങ്ങുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോഴേക്കും നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നവരായിട്ട് മാറുകയാണ്. അവിടെ ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിരിക്കും അവിടെ പരിഹരിക്കുക. ഒരു മഞ്ഞ് ഉരുകുന്നത് പോലെ ആയിരിക്കും ആ സംഭവം ഇല്ലാതായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ ടോളറൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മുടെ മക്കളിലേക്ക് ഈ ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചതാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം. ഇപ്പോൾ ആ വാക്ക് പലപ്പോഴും കുട്ടികൾ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റോട് കൂടിയിട്ടൊക്കെയാണ് കാണാറുള്ളത്. പലപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് സൈഡിലാണല്ലേ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം അഥവാ നമുക്കൊരു ആ ഒരു കാര്യത്തോട്. പക്ഷെ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളൊക്കെ പലപ്പോഴും പല രൂപത്തിലാണ് കാണുന്നത്. അതുപോലെ ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മൾ ഒരുപാട് മദ്രസകളിൽ നിന്ന് പഠിപ്പിക്കുന്നു, മറ്റു സംവിധാനങ്ങളിലൂടെയൊക്കെ പഠിപ്പിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതൊക്കെ ഇല്ലാതായിട്ട് മാറാൻ ആ ഒരു അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ടീച്ചിങ്ങിൽ മദ്രസ സിലബസിലുണ്ട്, ഖുർആൻ ക്ലാസ്സിലുണ്ട്. പക്ഷേ പലരുടെയും ഈവൺ അത് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകളുടെയും വ്യക്തി ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ചില ഖുതുബ പോലും പറയുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അവര് ഇതൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം ജീവിതത്തിൽ അതില്ല. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് മൈക്രോ ലെവൽ, ഇപ്പൊ സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് 100 ക്യാമറ കണ്ണുകളുണ്ട് അല്ലേ. കാരണം ഒന്ന്, ഞാന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ പറയുന്ന കാര്യമൊക്കെ ഇയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടോ എന്ന് കൂടുതൽ അന്വേഷിക്കുന്നവര് ജനങ്ങളാണ്. ആ ഒരു ബോധം കൂടി സംസാരിക്കുന്ന നമുക്ക് വേണം, രക്ഷിതാക്കൾക്കും വേണം. അല്ല എങ്കിൽ എന്തുണ്ടാവും, നമ്മൾ പറയുന്നതിന് ഒരു തഅ്സീറും ഒരു പ്രതിഫലനം ഉണ്ടാവില്ല. അപ്പൊ ആത്മാർത്ഥത എന്നുള്ളത് ഒരു ഗുഡ് റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ വലിയ ഘടകമാണ് അല്ലെ. ആത്മാർത്ഥത പ്രസംഗിക്കുമ്പോൾ പോലും സംസാരിക്കുമ്പോൾ പോലും ഫീൽ ചെയ്യുമല്ലോ. ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ ആത്മാർത്ഥമായിട്ടാണോ കാര്യങ്ങൾ പറയുന്നത്, അല്ല ഉള്ളിലൊന്നും പുറത്ത് വേറൊന്നും വെച്ചുകൊണ്ടാണോ. അപ്പൊ അത് മക്കൾക്ക് വേഗം മനസ്സിലാവും അല്ലേ. ഇപ്പൊ സത്യസന്ധത വേണം, കളവ് പറയരുത്, ചീറ്റ് ചെയ്യരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, ഇതൊക്കെ മക്കളോട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുട്ടി കാണുന്നതും കേൾക്കുന്നതും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പൊ കുട്ടി കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഇതിൽ ഉപ്പ പറയുന്നത് ഏതാണ് കറക്റ്റ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ധാർമ്മിക മൂല്യങ്ങൾ മക്കളിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട മാർഗം. ഹോണസ്റ്റിയെക്കുറിച്ച് സൂചിപ്പിച്ചു അല്ലേ, സത്യസന്ധതയെക്കുറിച്ച് സൂചിപ്പിച്ചു. ദാറ്റ്സ് ആൾസോ എ ഗുഡ് ക്വാളിറ്റി വി വാണ്ട് ടു കീപ്പ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഒരു ക്വാളിറ്റിയാണ്, ഒരു നല്ല ഗുണമാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ഇത് പറയാൻ എളുപ്പമാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. ടോളറൻസ് നമ്മുടെ ലൈഫിൽ വേണം. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. വാക്ക് പാലിക്കുക. അതെ, വാക്കുകൾ പാലിക്കുക. ഇന്ന് നമ്മൾ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്ത്, അപ്പൊ ആ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ക്രമീകരണങ്ങളും നടത്തണം ഇതിനു വേണ്ടി. പെട്ടെന്ന് ഒരു കാരണം പോലും അറിയിക്കാതെ അതിൽ നിന്ന് ആളങ്ങ് മുങ്ങി വന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഇത് സാർവത്രികമാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ആളങ്ങ് പറ്റിക്കും, പിന്നെ ആ വ്യക്തി ആരെങ്കിലും വിശ്വസിക്കോ? അപ്പൊ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള. കാരണം കുട്ടികൾ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നല്ല ഞങ്ങൾക്ക് എന്നെ അടുത്തൊരു പരിപാടി ഉണ്ട്, എന്താ നിങ്ങൾ ആ ഫോൺ വന്നിട്ട് എന്താ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത, ഫോണല്ല ബെല്ലടിക്കുന്നത്, മെസ്സേജ് അല്ല വന്നത്, ഇതൊക്കെ മക്കൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാം, കളവ് പറയാം, അങ്ങനെ കുറ്റം പറയാം എന്ന് മക്കൾക്ക് ആ മെസ്സേജ് ഒരു ഭാഗത്ത് നൽകുകയും മറുഭാഗത്ത് ഖുർആൻ ക്ലാസ് പഠിപ്പിക്കുകയും ചെയ്തിട്ട് എന്ത് കാര്യം. അപ്പോൾ വളരെ സൂക്ഷ്മത വേണ്ട. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ പൈശാചികമായ ദുഷ്പ്രേരണകളിൽ നിന്ന് നമുക്ക് പോലും മോചനം കിട്ടുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്നത് അത്ര വലിയ ദഅവത്താണ് അല്ലെ. സമൂഹത്തിൽ ഒരു ഡിസൈറബിൾ ചേഞ്ച്, ഗുണപരമായ ഒരു മാറ്റാണല്ലോ. ഒരു വ്യക്തി മാത്രമല്ലല്ലോ മാറുന്നത്. നമ്മൾ അയക്കുന്ന ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു സംസാരം ഒരുപാട് ആളുകളിൽ മാറ്റം ഉണ്ടാക്കുകയാണ്. ആ മാറ്റം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാറുന്നില്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും വലിയ ശിക്ഷ
അല്ലേ? അതായത് നരകത്തിലെ ഒരു വിഭാഗം ആളുകള് നന്മ കൽപ്പിച്ചു, പക്ഷെ സ്വന്തം ജീവിതത്തില് അവരത് മറന്നു. അത് വല്ലാത്ത ഒരു പാതകാണ്. അതുകൊണ്ട് അറിവ് സ്വായത്തമാക്കി കഴിഞ്ഞാൽ അറിവ് മൂടി വെക്കുക എന്നുള്ളത് വലിയ അപരാധമാണ്. രണ്ടാമത്തത് ആ അറിവനുസരിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളത് അതിനേക്കാളും വലിയ അപരാധമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വിശുദ്ധ ഖുർആൻ ചോദിച്ചത് ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ? അപ്പോൾ ഈ പീസ് റേഡിയോയുടെ ഈ സംസാരങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല യാത്രക്കിടെ ഒരു സഹോദരന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയാണ് അല്ലേ? വെള്ളിയാഴ്ച ദിവസം ജുമഅയുടെ ആ നമസ്കാരത്തോട് അസ്ർ ജമ്മും കസറും ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ പഠിച്ച ഒരു കാര്യം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ജുമയോട് കസർ ചെയ്തു. അപ്പോൾ നിങ്ങൾ നിസ്കരിച്ചില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കസർ ചെയ്തു എന്ന് പറഞ്ഞു. മൂപ്പര് കോഴിക്കോടേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വെള്ളിയാഴ്ച ദിവസം ജമ്മും കസറും ചെയ്യാൻ പറ്റൂലല്ലോ, അസർ നിങ്ങൾ സെപ്പറേറ്റ് നിസ്കരിക്കണമല്ലോ. അപ്പോൾ നിങ്ങളെ കണ്ടിപ്പോൾ ഞാൻ കുടുങ്ങി, ഇനിയിപ്പോൾ രണ്ടാമത് നിസ്കരിക്കണ്ടേ? ഞാൻ പറഞ്ഞു ഇതൊരു അറിവാണ്. ഒരു കാര്യത്തിലുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹുക്കും മാറിയല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിവ് ഉള്ളവരുമായി സഹവസിക്കാനും കിട്ടിയ അറിവനുസരിച്ച് ജീവിക്കാനും ആ ഒരു തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യാനും നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. വലിയ ചില ബോധ്യപ്പെടുത്തലുകളാണ് പ്രേക്ഷകരെ നിങ്ങളോടും അതുപോലെ എന്നോടും സാറ് പറഞ്ഞിട്ടുള്ളത്. അഥവാ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ല എങ്കിൽ അതിന് വലിയ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഈ ഓരോ ക്വാളിറ്റികളെക്കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളിലൂടെ നമ്മളേവരും നിരന്തരം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലാണ് ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്. പലപ്പോഴും സത്യസന്ധതയെക്കുറിച്ച് പറയുന്ന നമ്മുടെ ലൈഫിൽ എത്രത്തോളം അത് കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വാക്കുകൾ, കരാറുകൾ പാലിക്കേണ്ടതിൻ്റെ മര്യാദകളെക്കുറിച്ച് മുനാഫിക്കിൻ്റെ അടയാളമായിട്ട് പറഞ്ഞ കരാർ ലംഘിക്കുമെന്നാണ്. മുനാഫിക്ക് എന്ന് പറയുന്നത് നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യങ്ങളിൽ, പല ക്ലാസ്സുകളിൽ, പല വേദികളിലായിട്ട് കേട്ടവരാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് പോലും ചില വാക്കുകളും കരാറുകളും നമ്മൾ ലംഘിക്കുന്നു എങ്കിൽ നമ്മൾ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഗൗരവം അറിയാതെയാണ് നമ്മളൊക്കെ ഇടപഴകാറുള്ളത്, നമ്മുടെ വാക്കുകൾ പറയാറുള്ളത്, പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുള്ളത്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ, ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി നമുക്ക് സാധിക്കണമെന്ന്. നമ്മുടെ ലൈഫിൽ വന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വേറൊരാൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, കാണിച്ചു തരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല മനസ്സോട് കൂടിയിട്ട് എങ്ങനെ ഇപ്പോൾ ചങ്ങായി ഇത് പറഞ്ഞത് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് എൻ്റെ ഹൈറിന് വേണ്ടി, എൻ്റെ സ്വർഗത്തിലേക്ക് വേണ്ടി, എൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടിയാണല്ലോ ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അയാൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ, അയാൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഒരുപാട് ക്വാളിറ്റികൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളിൽ നിന്ന് മാതൃക സ്വീകരിക്കേണ്ടത് മറ്റുള്ള ആളുകളാണ്. പക്ഷെ പലപ്പോഴും ഈ ക്വാളിറ്റികളൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇത് നമുക്ക് സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കും എങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരു മൂല്യ ക്വാളിറ്റികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരുപാട് ക്വാളിറ്റികൾ ഒരൊറ്റ കാര്യം കൂടി അതിൽ സൂചിപ്പിക്കുകയാണ്, എന്നിട്ട് അതിലേക്ക് പോവാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അത് നമുക്ക് വളരെ കുറവാണ്. നന്ദി, ശുക്ർ എന്നുള്ളത് വലിയ സംഗതിയാണ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോ ദുനിയാവിൽ തന്നെ ഖൈറ് വർദ്ധിക്കാനുള്ള ഒരു ഉപാധി നന്ദി കാണിക്കുക, നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ഹംദ്. ശരിക്കും ഇപ്പൊ ഇന്ന് സൈക്കോളജിയിൽ ഒരു പ്രിൻസിപ്പിളായിട്ട് ചില ആളുകൾ ഒരു തെറാപ്പി ആയിട്ട് പോലും അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹംദ് തെറാപ്പി എന്ന് അതിന് പറയുന്നത്. ഹംദ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ ശരിക്കും ഞാൻ മനസ്സറിഞ്ഞിട്ട് അംഗീകരിക്കുകയാണ്. അല്ലെ, ഇന്ന് രാവിലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, ഇന്ന് എനിക്ക് ടോയ്ലറ്റിൽ കൃത്യമായി പോകാൻ പറ്റി. ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഞാൻ പറഞ്ഞിട്ട്
അൽഹംദുലില്ലാ, അതെ. എല്ലാ സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. ഇത് ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞ് എണ്ണുമ്പോൾ അള്ളാഹ്ക്കത് വലിയ ഇഷ്ടമാണ്. ഇത് നമ്മൾ കുറച്ചു, പരാതി കൂട്ടി, ഇല്ലായ്മപ്പാട്ടാണ് നമുക്ക് കൂടുതൽ. അതില്ല, ഇതില്ല, മറ്റതില്ല, ഇത് ഒഴിവാക്കിയിട്ട് ഇതുണ്ട് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വന്നാൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു ധാരാളമായി നമുക്ക് നൽകും. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പലപ്പോഴും നമ്മെ ഇങ്ങോട്ട് പഠിപ്പിച്ചിരുന്നത് വലിയ വലിയ ഫീസുകളൊക്കെ കൊടുത്ത് പോകുന്ന പ്രോഗ്രാമുകളിലാണ്. ശരിക്കും ഈ സത്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ ഏതൊരു ഗുഡ് ക്വാളിറ്റിയെക്കുറിച്ച് പഠിക്കൂ, അതെല്ലാം ഇസ്ലാമിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ച ക്വാളിറ്റികൾ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഇസ്ലാം കൽപ്പിച്ച ഒരു നന്മയും ലോകത്ത് തിന്മയായില്ല. ഇസ്ലാം കൽപ്പിച്ച ഒരു തിന്മയും ലോകത്ത് നന്മയായില്ല. പലപ്പോഴും വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിലും ട്രെയിനേഴ്സും ഒക്കെ അവലംബിക്കുന്നത് ഇസ്ലാമിൻ്റെ ഓരോ അടിസ്ഥാന തത്വങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങളാണെന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുക്ർ അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കാണിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കിട്ടിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ടൊരു ഹംദ് പറയാൻ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നുണ്ടോ? നേരത്തെ നമ്മളൊക്കെ പറയുന്ന പല കാര്യങ്ങളാണ്. നമുക്ക് അള്ളാഹു നൽകിയ മക്കൾ വലിയ അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ. ആ മക്കളെ സാക്ഷി നിർത്തിയെന്ന് പറയാൻ പറ്റുമോ? ലോകത്ത് പല ആളുകൾക്ക് കിട്ടാത്ത വലിയ അനുഗ്രഹമാണ് മക്കൾ. മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു, നമുക്കൊക്കെ അള്ളാഹു നന്മ തരട്ടെ, അൽഹംദുലില്ലാ എന്ന് ആ മക്കളെ സാക്ഷി നിർത്തി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അതുപോലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെക്കുറിച്ച്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് ചൊല്ലണമെന്ന്, അൽഹംദുലില്ലാ എന്ന് പറയണം. പലപ്പോഴും ഒരു യാന്ത്രികതയിൽ ഇതുപോലെയുള്ള ഹംദുകൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, ഏത് സന്ദർഭത്തിലും ഓർക്കേണ്ട, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറാണ് കൂടുതൽ, കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച്. ഹദീസ് നമുക്കറിയാം, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലേക്കുള്ള ആളുകളിലേക്ക് നോക്കൂ, നിങ്ങൾ മുകളിലേക്ക് നോക്കരുത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കാൻ, നന്ദി കാണിക്കുന്നത് ഇല്ലാതിരിക്കാൻ, പലപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ വിസ്മരിക്കാൻ കാരണമായി തീരാറുള്ളത് നമ്മളെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്. നമുക്ക് ലഭിച്ച എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിന് അള്ളാഹുവോട് ശുക്ർ ചെയ്യുന്നവരായി മാറുകയാണെങ്കിൽ അള്ളാഹു നമുക്കുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എപ്പോഴും നമുക്ക് കിട്ടിയ ഓരോ നന്മകൾക്കും അൽഹംദുലില്ലാ എന്ന് പറയാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.